മേലെ ഇറങ്ങണേ. നിങ്ങളുടെ കൂട്ടത്തിലെ ബാഡ് ബോയ് പൊട്ടാന്ന് വിളിച്ച ബാഡ് ബോയ് ബ്രോ ഒന്ന് വണ്ടി ഇറങ്ങണേ ബ്രോ. ഞാൻ പോന്നല്ലോ നിങ്ങൾ കണ്ടില്ലേ? പേരൊന്നും അറിയില്ല, പക്ഷെ ഈ വണ്ടി ഓടിച്ചൊരു ബാഡ് ബോയ് ആയിരുന്നു. പെട്ടി വണ്ടി പണി വെച്ച് എന്താ ബാഡ് ബോയ് ബാഡ് ബോയ്. ബ്രോ വണ്ടിന്നൊന്ന് ഇറങ്ങണേ. വീഡിയം കിക്ക് കിട്ടും. ഒന്ന് ഇറങ്ങണേ ബ്രോ വണ്ടിന്ന്. ആ അടുത്ത വീഡിയോ വണ്ടിന്നൊന്ന് ഇറങ്ങൂടാ. വണ്ടിന്നൊന്ന് ഇറങ്ങ വണ്ടിന്ന് ഇറങ്ങ ബ്രോ. പിന്നെ വണ്ടിയുടെ മേലെ നിന്ന് വീഡിയോ കിക്ക് കിട്ടില്ലേ? എടാ അത് കിക്ക് കിട്ടോടാ കിക്ക്. തോന്നില്ലേ? ഫീലായ പിന്നെ വണ്ടിയുടെ മേലെ കയറുന്ന കിക്ക്. എടാ കിക്ക് കിട്ടും. ഒരു ബുദ്ധി വേണം, മനസ്സിലായ? ബുദ്ധി വേണം. കിക്ക് കിട്ടും. വണ്ടിയുടെ മേലെ നിന്നാ കിക്ക് കിട്ടും. ഇപ്പൊ മനസ്സിലായത് ഇത് വണ്ടിയാണ്. ഇറങ്ങിക്കോ മാറ് പോട്ടെ. എടാ ഇപ്പൊ വണ്ടിയാന്ന് മനസ്സിലായില്ലേ? ഇറങ്ങ്. വണ്ടിയുടെ മേലെ നിക്കല്ലേ? കിട്ടും. വീഡിയോ കിട്ടും. കരകള. സോറി മാറ്. സന്തോഷായ ഇറങ്ങ്. മാറ് വണ്ടിന്ന് വീഡിയോ കിട്ടുക. പിന്നെ പുറത്ത് ആളാളിയാ. എന്താളാ കാണിക്കുന്നേ? ഇതാരാ വണ്ടിയിലാരാ കയറി നിക്കുന്നത്? വണ്ടി ആരാ കയറി? നോ സോറി സോറി. എടാ ഇപ്പൊ സോറി വന്നിരിക്കെ അപ്പത്തന്നെ അടിച്ചു. ആള് കയറട്ടെ. അപ്പൊ തന്നെ അടിച്ചിടും. സിറ്റുവേഷൻ ആവും. വെയിറ്റ്. T47 ആണ് തോന്നുന്നു. T47 ആണെന്നാ തോന്നുന്നത്. ഇവിടെ ആള് കയറിയിട്ട് അടിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ചുമ്മാ അടിച്ചിട്ടോ അവന്മാരെ ആളുണ്ടാവും. നോക്കട്ടെ. അവന്മാർ വരുന്നുണ്ട് ആൾക്കാർ ബാക്കപ്പ് വർക്ക്. T47 അല്ലേ? ആൾക്കാരെ കയറട്ടെ. ഹലോ പറയൂ. കേറിക്കോ. ഞാൻ അതിന് വല്ലതും എന്താടാ ബ്രോ വണ്ടിന്ന് ഇറങ്ങണേ. വീഡിയോ കിക്ക് കിട്ടും. മനസ്സിലായോ? നിക്ക് ചെവി കേട്ടൂടെ? അപ്ലൈ പറഞ്ഞത് കേക്കല്. ഇറങ്ങ് മാറ്. ാടാ ഹാളിയ കീടോ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വാ. ഇതിൽ ആരൊക്കെയാണ്? ഇതാരാണ്? ഇതാരാ? ഹലോ അല്ലല്ല ആടി കാശടി കുറുപ്പുണ്ടോ? കുറുപ്പുണ്ടോ? കത്തിയാ? പറഞ്ഞു നോക്കിയോ? സാക്കിനെ പോലെ സംസാരിക്കുന്നല്ലേ? ഞാൻ ഫസ്റ്റ് സാക്കെന്ന് വിചാരിച്ചത്. സാക്കാണ് ചുമ്മാ ഉണ്ടായിരിക്കുന്നത്. സാക്കിന് തന്നെയാണ്. അടുത്ത അടി
പിങ് ഡിഫറൻസ് പല ആൾക്ക് പല രീതിയിലാന്ന് തോന്നുന്നു. ഓക്കെ, T47 MRC 4 ആണോ? അടിപൊളി. അപ്പൊ അതിലാ ഉള്ളത് 3 പേര്. പക്ഷെ ഇത് ഇനീഷ്യൽ സിറ്റുവേഷനാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, ഉറപ്പല്ലേ? MRC ഒരു മാധവൻ ഉണ്ണി മാധവൻ ഡെഡ് ആണോ? അറിയത്തില്ല. അവന്റെ മറ്റേ സ്റ്റാറ്റസ് ട്രാക്ക് ക്ലെയിം ചെയ്തു, പക്ഷെ ഫ്രീ വണ്ടി കിട്ടിയാണ്ടായില്ല. ഫ്രീ വണ്ടി ഒന്നും ഇട്ടെടുക്കും. മര്യാദ സെക്കാക്കുക. ഇതിപ്പോ ഏത് പ്ലേസ് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ഇവര് മര്യാദ സെക്കാക്കെന്ന് പറയാൻ പറ്റി ഞാനവിടെ പോയി തപ്പാൻ ആൾക്കാരെ. ഇവന്മാർ ഏത് വഴിക്ക് പോയി എല്ലാവരും. MRC അല്ലേ? MRC. അതെ, MRC ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഷെയ്ക്കും ഇത് ഡെഡായ പ്ലേസാണ്. എടാ അത് ഡെഡായ പ്ലേസ്. എടാ സാന്താടാ, അത് ഓൾറെഡി ഡെഡായ പ്ലേസാ. ഹലോ, പിങ്ങി ഇറങ്ങി നോക്കട്ടെ. വണ്ടിന്ന് ഇറങ്ങി നിങ്ങി ഇപ്പൊ ബോഡിയുടെ അടുത്തുന്നല്ലേ പോയോ? എടാ പാക്കു, ഇവര് മറ്റേ ഓൾറെഡി ഡൗൺ ആയ പ്ലെയേഴ്സിനോട് മറ്റേ വണ്ടിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി പറയണോ? മറ്റേ ബോഡിയുടെ എടുക്കുന്ന അല്ല, അവര് മറ്റേ വേറെ വണ്ടിയിലാണ്. ഇവര് T47 വളഞ്ഞതാണ്. എടാ ഇവന്മാർക്ക് അടി കിട്ടിയണം. അപ്പാർട്ട്മെന്റ്. ഹലോ പറഞ്ഞു ഒരു സെക്കൻഡ്. നിങ്ങള് ലീവ് T47 ലീവ്. നിങ്ങൾ ഗ്യാങ് ഹൗസിലേക്ക് പോവോ? ഈ സിറ്റുവേഷൻ ഇടയ്ക്ക് വരില്ല. ഓൾറെഡി ഡൗൺ ആയതല്ലേ ഗ്യാങ് ഹൗസ്? അല്ല, നിങ്ങൾ വണ്ടി ഇറങ്ങി നീ കണ്ട എന്റെ കയ്യില് ബോഡി കാണുന്നുണ്ടോ നിനക്ക്? നീ കയ്യില് പിന്നെ നീ അല്ല എക്സ്പോർട്ട് ബ്രോ, ഇതെങ്ങനെ ഓൺഗോയിങ് സിറ്റുവേഷൻ? എടാ അത് ഓൾറെഡി ഡെഡ് ആയിട്ട് കത്തിച്ച് WR പിടിച്ച ടീംസ്. അവരെ കത്തിച്ചിട്ടൊന്നില്ല ഇതുവരെ. നമ്മൾക്കറിയില്ല നമ്മളെ കൊന്നവരെ. ബ്രോ ഈ സിറ്റുവേഷൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യില്ല ബ്രോ. ഷോ കാണാം, നമ്മൾക്കറിയില്ല. കത്തിക്കൊണ്ടിരിക്കുക. MRC ബ്രോക്കൺ. എടാ ഇതില് ആരൊക്കെയാണോ കത്തിച്ചിട്ടെ? ഇവര് എടാ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എടാ ശിവ മറ്റേ സേഫ് സോൺ ഹോൾഡിങ്ങിന്റെ ഇതിട്ടോടാ. ഇപ്പൊ കരുതാ. സോറിടാ. കണ്ടു. ഹലോ, അവന്റെ മോന്ത കണ്ടാ തന്നെ പട്ടി കാണോ? ഹലോ മുരളി, ആ പ്ലെയറ് 2 പ്രാവശ്യം വന്നത് നിങ്ങള്. ഓക്കെ, 2 പ്രാവശ്യമോ? 2 പ്രാവശ്യം ഡൗൺ. ഇല്ലല്ലോ, ഈ പ്ലെയർ 2 പ്രാവശ്യം ഡൗൺ ആയതാന്ന്. അതൊന്നും അറിയില്ല.
അതറിയാം. ഇത് അല്ല ബ്രോ, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. അല്ല, ഒരു ഡൗട്ട് ചോദിക്കണം. പോലെ പിന്നെ ഈ സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഗ്യാങ്സിനുള്ളിൽ പിന്നെ പിന്നെ സിറ്റുവേഷൻ തുടങ്ങിയവർ ഗ്യാങ്സ് കയറണം, ഗ്യാങ്സ് പുറത്തിറക്കും. അവർക്ക് ഗ്യാങ്സ് കയറാൻ പറ്റത്തില്ല. അല്ല, ഓൾറെഡി ഡെഡ് ആയവരുണ്ട്, അവർക്ക് ഇനി ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇല്ല, അവർക്ക് സിറ്റുവേഷൻ ഇറങ്ങാൻ പറ്റില്ല. അവരെ നമ്മള് കൊന്നിട്ടൊന്നുമില്ല, അവരെ നമ്മള് കൊന്നിട്ടില്ല, കത്തിച്ചിട്ടില്ല. സോറി ഈ അസൻസിയോട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നും, കാരണം അല്ല ബ്രോ, ഇങ്ങനെ നമുക്ക് ഇവന് ഓസ്ട്രേലിയ എടുക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ ഒറ്റൊരു കേസ് അതായത് ആളെ രണ്ടോട്ടം കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളെ ഹോസ്റ്റേജ് എടുക്കാൻ പറ്റില്ല, വേറൊരാളെ തരത്തില്ല, പറ്റത്തില്ല, റൂളാണ് അസൻസിയോ. ഹലോ അഡ്മിനെ ഒന്ന് വരും. അഡ്മിനെ എന്റെ അടുത്തുണ്ട് അഡ്മിനെ. നമ്മുടെ അവിടെ ഒരു കിച്ചു എന്ന് പറഞ്ഞ പ്ലെയറിനെ ഡൗൺ ആക്കിയിട്ടില്ലേ? അറിയത്തില്ല, പറഞ്ഞു. ഒരു പ്ലെയറിനെ ഡൗൺ ആക്കിയിട്ട് അവൻ ഓൾറെഡി അവനെ കൊന്നു കത്തിച്ച് അവൻ തിരിച്ച് ഗ്യാങ്സിലോട്ട് വരുന്ന വഴിക്ക് വെറുതെ കൊന്നതാണ്. അവൻ ആ സിറ്റുവേഷനിൽ ഇടപെട്ടിട്ടൊന്നുമില്ല. ഗ്യാങ്സിന്റെ പരിസരത്ത് വെച്ചാ കൊന്നേക്കുന്നവനെ. ഗ്യാങ്സിന്റെ പരിസരത്ത് ഇതുകൊണ്ട് ആ വാതിക്ക് വെച്ചിട്ടാണ് അവനെ കൊന്നേക്കണത്. അവൻ റീഗ്രൂപ്പ് ചെയ്യാൻ വന്നില്ല, അവൻ തിരിച്ച് അവൻ ഗ്യാങ്സിലോട്ട് വന്നാ. പറയട്ടെ, അതായത് അറിയത്തില്ല എപ്പോഴാ രണ്ടാമത് കൊന്നത്, ഞങ്ങൾ കണ്ടിട്ടില്ല, നോക്കാം. പിന്നെ നിങ്ങളുടെ പ്ലേയേഴ്സിനോട് സിറ്റുവേഷനിൽ ഉണ്ടായ പ്ലേയേഴ്സ് ഇപ്പൊ ഗ്യാങ്സിനകത്ത് കയറിണ്ട്, ഇറങ്ങാൻ പറയാം പുറത്തേക്ക്. ഓക്കെ, സിറ്റുവേഷനിൽ അല്ല, ഐ മീൻ ഞങ്ങളെ കൊന്ന സ്ഥിതിക്ക് ഇത് എൻഡ് ആയതല്ലേ അല്ല. അതിനുശേഷം നിങ്ങളുടെ പ്ലേയേഴ്സ് അതിനുശേഷം മറ്റേ മുതുക്ക് മറ്റേ ബിൽഡിങ്ങിന്റെ വന്ന് ഫയർ ചെയ്തിട്ടുണ്ടല്ലോ കുറച്ച് പ്ലേയേഴ്സ്. സിറ്റുവേഷൻ അടിച്ചിട്ടുണ്ട് മുതുക്ക് മറ്റേ ബിൽഡിംഗ്. അവരോട് എല്ലാരോടും ഗ്യാങ്സ് പുറത്തിറങ്ങാൻ പറയും. ഓക്കെ, ഇത് ഈ കാര്യം അടിക്കാൻ പറ്റുമോ? അത് അടിച്ചവരെല്ലാരും അതല്ല ഞാൻ ചോദിച്ചത്, ഡൗൺ ആവാത്ത പ്ലേയേഴ്സിനോട് ഗ്യാങ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞേക്ക്. പിന്നെ പിന്നെ ഇവരോട് ടീഫേഴ്സിനോട് പറയാ, ആരെങ്കിലും ഡൗൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോടും സിറ്റുവേഷനിൽ റീ എൻട്രി ചെയ്യരുതെന്ന് പറഞ്ഞേക്കും. അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കിച്ചു എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇവര് രണ്ടാമത് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ, MRCയുടെ. കിച്ചു എന്ന് പറയുന്നത് ബ്രോക്കണാണ് കിച്ചു, വേറെ ആരുമില്ല. ഹലോ ഇത് രണ്ടാമത് തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? ഞങ്ങളെ കത്തിച്ചതിന് ശേഷം ഫയർ ചെയ്തതിന്റെ പേരിലാണെന്നല്ലേ പറയുന്നത്? മിന്നൽ മാക്ക് അതായത് ബ്രോക്കന്റെ കാര്യം അവിടെ സംസാരിച്ചിട്ട് അവനല്ലേ രണ്ടാമത് അടിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിനകത്ത് ആ സിറ്റുവേഷൻ എൻഡാകുന്നതിന് മുമ്പ് നിങ്ങൾ എൻഡാണെങ്കിൽ നിങ്ങളുടെ 2-3 പ്ലേയേഴ്സ് അവിടെ ബാക്കി കത്തിക്കാത്ത പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനിടയിലാണ് നിങ്ങൾ ഹെട്ടി ബിൽഡിംഗ് ഫയർ ചെയ്തിരുന്നത്. നിങ്ങൾ ആ ഫയറിംഗ് ചെയ്തിട്ടുണ്ട്. ഹലോ, പിന്നെ ആയില്ലേ? ഇല്ല, ആ സിറ്റുവേഷൻ എൻഡ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷൻ കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഓക്കെ, നിങ്ങളെ പ്ലേയേഴ്സിനെ കത്തിച്ചോണ്ടാണല്ലോ നിങ്ങൾ വന്നിട്ട് അവിടെ ഫയർ ചെയ്തത്. അത് എൻഡ് ആക്കാൻ വേണ്ടിട്ട് അല്ലല്ലോ, നിങ്ങൾ പ്രീ വാർ വിളിക്കുന്നല്ലോ ചെയ്ത്, നിങ്ങൾ ഡയറക്റ്റ് അവിടുത്തെ ഫയർ ചെയ്തല്ലേ ഇത്. ഓക്കെ, അപ്പോ നേരത്തെ സിറ്റുവേഷനിൽ ഡെഡ് ആവാത്ത എല്ലാ പ്ലേയേഴ്സും ഗ്യാങ്സ് പുറത്തിറങ്ങിക്കും. ഹലോ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? എന്നെ ഡൗട്ട് ഒന്നുമില്ല, ഫൈനൽ വാണിംഗ് ആണ്. ഇത് രണ്ടാമത് സിറ്റുവേഷൻ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളല്ല രണ്ടാമത് സിറ്റുവേഷൻ ഫയറിംഗ് തുടങ്ങി. ഓൺഗോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ അവരെ കത്തിച്ച അല്ല അവരെ ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, അവരെ നിങ്ങളെ ഫയർ ചെയ്തില്ലേ? ഇല്ലില്ല, ഞാൻ ചെറിയ ഡൗട്ട് വെച്ചോട്ടെ. ഞാനപ്പം ഇവരെ കത്തിച്ച് കഴിഞ്ഞ് സിറ്റുവേഷൻ കഴിഞ്ഞു, ഞാനപ്പൊ റേഡിയോയിലുണ്ട്. അപ്പൊ ഇവരുടെ അവിടെ ഇവരെ കത്തിച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ ആ വഴി വണ്ടിയിൽ ഞാൻ ഇറങ്ങിയത് പോലും ഇല്ല. ആ വഴി പോയപ്പോ തന്നെ ഏതൊക്കെയോ സിവിലിയൻസ് വന്ന് എന്നെ പിറ്റ് ചെയ്യാൻ വന്നു. ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് എസ്കേപ്പ് ആയി പോയി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാങ് വണ്ടിയാണ്. അപ്പൊ അത് വേറൊരു സിറ്റുവേഷൻ അല്ലേ, എന്റെ പ്ലേയേഴ്സിന് വേറെ ആരൊക്കെയോ കത്തിക്കുന്നത് ഞാൻ കണ്ടു ആ സൈഡിൽ നിന്ന്. അത് സിവിലിയൻസ് ആണ്. അതിൽ ഞാൻ പറയട്ടെ, അവരുടെ കൂട്ടത്തിലുള്ള എല്ലാരും ഡൗൺ ആയിരുന്നു ഫസ്റ്റത്തെ സിറ്റുവേഷനില്. ഫസ്റ്റ് സിറ്റുവേഷനിലുള്ളവരെല്ലാം ഡൗൺ ആണ്. നമ്മളല്ല, അവരുടെ സൈഡിൽ നിന്ന് രണ്ടുപേര് മാത്രം ഡൗൺ. T47 എന്താ കേട്ടില്ല VC വന്നേ എടാ പാക്കു. അതായത് T47 രണ്ടുപേര് ഡൗണ്. പിന്നെ മറ്റേ MRCയുടെ 6-7 പ്ലേയേഴ്സ് ഡൗൺ ആയിരുന്നു. അതിൽ 4 പ്ലേയേഴ്സിനെ ഇവര് കത്തിച്ചിട്ട് 4 പ്ലേയേഴ്സിനെ കത്തിച്ചിട്ട് അവിടെ ലീവ് ചെയ്യുന്ന സമയത്ത് ഇവര് മറ്റേ ജെട്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കയറിയിട്ട് MRC പ്ലെയർ ഫയർ ചെയ്തു. ആ സിറ്റുവേഷൻ എൻഡ് ആയിട്ടില്ല. അപ്പൊ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിന്റെ കണ്ടിന്യൂ അപ്പൊ തന്നെ. അതായത്
ഇല്ല ഇതന്നെയാണ് ഇത് സംസാരം മറ്റേ ഇതന്നെ ഇല്ല എന്റെ അറിവിലില്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അവരോട് ഇറങ്ങിക്കോളാൻ പറയാം, വേറെ ഒന്നുമില്ല. ഓക്കെ, എനിക്ക് ലാസ്റ്റ് ഇപ്പൊ തന്നിട്ടുള്ള, അതായത് അഡ്മിൻ കണ്ടിട്ടുള്ള POV കോൾ ഔട്ട് ആണ് ഞാൻ പറയുന്നത്. അതില് നിങ്ങളുടെ പ്ലേയേഴ്സ് 6 പ്ലേയേഴ്സോളം ഡൗൺ ആയിരുന്ന സ്ഥലത്ത് കത്തിച്ച് അവരുടെ പ്ലേയേഴ്സ് എത്ര കൗണ്ട് 2 പ്ലേയേഴ്സ് ഡൗൺ ആയിട്ടുണ്ടായുള്ളൂ. ഓക്കെ, നിങ്ങളുടെ പ്ലേയേഴ്സിനെ 4 പ്ലേയേഴ്സിനാണ് കത്തിച്ച് ലീവ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തു നിന്നാണ് നിങ്ങളുടെ പ്ലേയേഴ്സ് അവിടെ മറ്റേ ജെട്ടി ബിൽഡിങ്ങിന്റെ അവിടെ ഫയറിംഗ് ആയിട്ടുള്ളത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ കണ്ടിന്യൂവേഷൻ. സോ ഡൗൺ ആവാത്ത പ്ലേയേഴ്സ് സേഫ് സോൺ ഹോൾഡിംഗ് മാറ്റിട്ട് എന്റെ ഒരു ചെറിയ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കത്തിച്ച് കഴിഞ്ഞ പ്ലേയേഴ്സ് ആണ്. അപ്പം നിങ്ങളുടെ പ്ലേയേഴ്സിനെ കത്തിച്ചു എന്നല്ലേ ഉള്ളൂ. പക്ഷെ അതിലൊരു കേസ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആയിട്ടില്ല. നിങ്ങൾ ഡയറക്റ്റ് സേഫ് സോണിലാണ് വന്നിട്ടുള്ളത്. അവര് നിങ്ങളെ ഫോളോ ചെയ്തിട്ട് അവർ ഈ ഏരിയയിലുണ്ട്, മനസ്സിലായോ? സോ നിങ്ങൾക്ക് സേഫ് സോണിൽ കയറാൻ പറ്റത്തില്ല. ഡൗൺ ആവാത്ത പ്ലേയേഴ്സ് സേഫ് സോൺ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. സേഫ് സോണിൽ പുറത്തിറങ്ങണം, മനസ്സിലായോ? ഓക്കെ, ഒന്നില്ലെങ്കിൽ ഓൾ ഡൗൺ ആണോ, അല്ലെങ്കിൽ 2 ഗാങ്ങും ആ സിറ്റുവേഷനിൽ നിന്ന് ലീവ് ആവണം, മനസ്സിലായോ? ഹോസ്റ്റേജ് എടുക്കുകയാണെങ്കിൽ ഹോസ്റ്റേജ് സിറ്റുവേഷൻ ആയിട്ട് ഇനീഷ്യലി എൻഡ് ആവും. ഹലോ കൊല്ലല്ലടാ. ഹലോ എടാ, നിങ്ങള് ഗ്യാങ്സിന്റെ അടുത്ത് ലീവ് ചെയ്തോ, അതിനകത്ത് ഡൗൺ ആവാത്ത പ്ലേയേഴ്സിന് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, അഡ്മിൻസ് പറഞ്ഞ കിച്ചുനെ എടുത്തിട്ടില്ല. അസൻസിയോ റീ എൻട്രി ആണ്. എടാ, അസൻസിയോടെ മാറാൻ പറഞ്ഞു. നിങ്ങൾ സ്പാം ചെയ്തോണ്ടിരിക്കണ്ട. അസൻസിയോടെ മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അസൻസിയോട് എടാ ഒരു സെക്കൻഡ്. പാക്കു അസൻസിയോ ഡെഡ് ആണോ തോന്നുന്നു. എടാ, അസൻസിയോ ഡെഡ് ആണോ? അസെൻസി ഡൗൺ ആണ്. അതായത് T47 പറഞ്ഞേക്ക് ഡൗൺ ആയ പ്ലേയേഴ്സ് റീ എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ടിക്കറ്റ് വരുന്ന സമയത്ത് പിന്നെ ആക്ഷൻ ഉണ്ടാവും പറഞ്ഞേക്ക്. ഹലോ അസൻസിയോ, നീ ഡൗൺ അല്ലേ ഫസ്റ്റ് സിറ്റുവേഷനിൽ? കേട്ടില്ല. നീ നേരത്തെ ഡൗൺ ആയതല്ലേ? കേട്ടില്ല. എടാ നീ നേരത്തെ ഡൗൺ ആയതല്ലേ? നിങ്ങൾ വേറെ സോറി കേട്ടോ. അല്ല, നീ നേരത്തെ ഇനീഷ്യലി ഡൗൺ ആയതല്ലേ? മറ്റേ അല്ലേ സെക്കൻഡ് ഇനീഷ്യൽ അല്ലേ? ഹലോ, ആ സിറ്റുവേഷൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ അതിനകത്ത് നിന്നോട് ഞാൻ നേരത്തെ വന്ന് പറഞ്ഞതാണ്. സിറ്റുവേഷനകത്ത് ഡെഡ് ആയ പറയുന്ന ബ്രോ മനസ്സിലായ ഫസ്റ്റ് നമ്മൾ ഹോസ്റ്റ് എടുക്കാൻ പോയ സമയത്ത് രണ്ടാമത് അടിച്ച മനസ്സിലായ ആ സമയം ഞാൻ എന്നെ പൊക്കി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇനീഷ്യലി ഡൗൺ ആയിട്ടുള്ള 2 പ്ലേയേഴ്സിൽ ഡൗൺ ആയ ആ 2 പ്ലേയേഴ്സിനോടും സിറ്റുവേഷൻ മാറാൻ പറഞ്ഞു നീയും. ഓക്കെ, കേട്ടില്ല. രണ്ടെണ്ണത്തിൽ മാറാൻ പറഞ്ഞു. എടാ നീ ബ്രോ അതാ ഞാൻ പറയുന്നത്. രണ്ടാമത്തെ സിറ്റുവേഷൻ രണ്ടാമത്തെ സിറ്റുവേഷൻ ഇല്ല, ഒറ്റ സിറ്റുവേഷൻ. ബ്രോ അതന്നെ ഞാൻ പറഞ്ഞ കേക്ക് അറിയോ? ഞാൻ അവിടെ പൊങ്ങി എന്നെ അടിക്കുന്നു, മനസ്സിലായോ? മനസ്സിലായി. അതിനകത്ത് അപ്പൊ പിന്നെ ഞാൻ മാറി കൊടുക്കണം. എന്നെ അടിച്ചിട്ട് രണ്ടാമത് നീ മാറി കൊടുക്കണം. നിന്റെ മറ്റേ പ്ലെയറിന്. അതെന്ത് ലോജിക്കില്ലാത്ത കാര്യം ബ്രോ പറയുന്നത്. അവൻ രണ്ടാമത് നിൽക്കുമ്പോ അവൻ എന്നെ അടിച്ചിട്ട് ഞാൻ മാറി കൊടുക്കണോ? അസൻസിയോ 2 ഇനീഷ്യൽ സിറ്റുവേഷൻ ഇല്ല, ഒറ്റ ഇനീഷ്യൽ സിറ്റുവേഷൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ ഓക്കെ ബ്രോ, ഞാൻ പറഞ്ഞു 2 ഇനീഷ്യൽ ഒന്നേ ഉള്ളെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ MRCയുടെ പ്ലേയേഴ്സ് ഒന്ന് കത്തിച്ച പ്ലേയേഴ്സ് അതിനകത്തുണ്ട്. അവര് പുറത്തിറങ്ങി അടിച്ചാൽ നീ ഓക്കെ ആണോ? രണ്ടാമത്തെ സിറ്റുവേഷൻ അല്ലല്ലോ, അവരടിച്ചോട്ടെ, ഇറങ്ങിക്കോട്ടെ. അസൻസിയോ ഒറ്റ റൂളാ ഇത്. പിന്നെ പുറത്ത് നമ്മൾ വേറെ ആക്ഷൻ എടുക്കേണ്ടി വരും. മറ്റേ പ്ലെയറിനോട്, അതായത് ആ സമയത്ത് ഡൗൺ ആകുമ്പോൾ രണ്ടാമത്തെ പ്ലെയറിനോട് മാറാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, നിങ്ങൾ റെഡി ചോദിച്ചാൽ മതി അവിടെ ഡൗൺ ആയിട്ടുള്ള. ഓക്കെ, ഞാൻ ഓക്കെ 2 3 ഓക്കെ പറഞ്ഞിട്ടുണ്ടോ? ഡെഡ് പ്ലേയേഴ്സിനോട് മാറാൻ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, T47 പ്ലേയേഴ്സ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഇവിടെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. മാധവൻ ഡെഡ് ആയിട്ടില്ല. ഓക്കെ, വണ്ടി ഓൾമോസ്റ്റ് ഡൗൺ ആയിട്ടുണ്ട്. വണ്ടി ഇപ്പം മോസ്റ്റ്ലി കത്താൻ സാധ്യതയുണ്ട്.
കത്തിയോ? എനിക്ക് കത്തിയില്ല. ഓക്കെ ടീപ്പോട്ട് റഷ്യൻ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ ഐ തിങ്ക് റഷ്യൻ ആണോ? ഓക്കെ റഷ്യൻ. ഓക്കെ റയാൻ സെബാസ്റ്റ്യൻ മാധവൻ പ്ലീസ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. ഹായ് ബ്രോ. വീഡോൺ ആണെന്ന് പറയുന്ന പൊട്ടന്മാർ ബാക്കി അടിച്ചു നോക്കുക. അസൻസിയോ മാധവൻ ദാമു ഡൗൺ ആണെന്ന്. മാധവൻ അല്ലടാ ഡൗൺ, വേറൊരു പ്ലെയറാ ഡൗൺ. ആ പ്ലെയറെ മാറ്റി, പ്ലെയർ കിട്ടിയെന്ന് ഇറങ്ങിയിരുന്നു. കുറച്ച് ബാക്ക് എടുത്ത് നോക്കിയാൽ, കിൽഫീൽഡ് എടുത്ത് നോക്കിയാൽ. Thank you. Look for Ward P. Thanks so much. ഞാൻ അവിടെ ഉണ്ട്. ചെയ്തിട്ടില്ല, റീഎൻട്രി ചെയ്യിപ്പിച്ചിട്ടില്ല നമ്മള്. EMS വന്നിട്ടുണ്ടോ അവിടെ? ഉണ്ടല്ലേ, EMS വന്നിട്ടുണ്ട്. Great, thank you so much for the 10 AED. Thank you so much bro. എടാ വേണമെങ്കിൽ കൂട്ടിയിട്ടോട്ടോ, അടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടൈം ഇട്ടൊന്ന് മറ്റേ ഇതൊന്ന് കൂട്ടിയിട്ടേക്കട്ടെ. അതെന്നടാ ചെയ്യുന്നമാര് ഇവന്മാര് ബാക്കി കൊണ്ട് വെച്ച് പിസിക്ക് തന്നെ പിസിക്ക് വീണ്ടും വെട്ടിവിട്ടുന്നു. രണ്ടു ഇല്ല സാർ, അത് അവിടെ ഒരു സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഫയർ കുറിപ്പിന് ഹോസ്റ്റേജ് എടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും. യെസ്.